ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും മാതൃകാപരമായ സന്നദ്ധ സേവനങ്ങൾ കാഴ്ചവെക്കാൻ RSSന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കുകളിൽ തുടർച്ചയായ രണ്ടാം തവണയും മാറ്റമില്ല. സംസ്ഥാനത്ത് വിപുലമായ മഹാനവമി ആഘോഷങ്ങൾ. വിജയദശമിയോടനുബന്ധിച്ച് വിദ്യാരംഭ ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിൽ. വയോജനങ്ങളുടെ ക്ഷേമവും അവകാശങ്ങളും എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. തിരുവനന്തപുരത്ത് വയോജന സൌഹൃദ സാംസ്കാരിക ഇടനാഴിയും വയോജന സഹായ കേന്ദ്രവും ആരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി വനം വകുപ്പ് നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും മാതൃകാപരമായ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ RSSന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ RSS ശതാബ്ദി സ്മാരക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. രാജ്യത്തെ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ പണനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്ക് 5.5% നിലനിർത്തുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താൻ ധനനയ സമിതി ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. ഇന്ന് മഹാനവമി. ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇന്നലെ പൂജ വെച്ചു. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, ചോറ്റാനിക്കര, ആറ്റുകാൽ, സരസ്വതി മണ്ഡപം എന്നിവിടങ്ങളിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിജയദശമി ദിനമായ നാളെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് ഇന്നാണ് രഥോത്സവം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദുർഗാപൂജയോടനുബന്ധിച്ച് ഇന്ന് കന്യാപൂജ നടക്കും. രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനവമി ആശംസകൾ നേർന്നു. നവരാത്രി ആഘോഷത്തിമിർപ്പിൽ തമിഴകം. ഇടുക്കി ജില്ലാതിർത്തിയിലെ കമ്പം, തേനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സരസ്വതി ക്ഷേത്രങ്ങളിൽ ഭക്തർ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ദുർഗാഷ്ടമി ദിനത്തിൽ ക്ഷേത്രങ്ങളിലെത്തി പ്രാർത്ഥിച്ചു മടങ്ങുന്നവർ നിരവധിയാണ്. വാണീദേവിയുടെ വരപ്രസാദം ലഭിച്ചാൽ ആരോഗ്യവും അറിവും ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ക്ഷേത്രങ്ങളിലെത്തുന്നവർ. പ്രത്യേക വഴിപാട് സമർപ്പണവും ആയുധ പൂജാ ദിനത്തിൽ നടക്കുകയാണ്. കമ്പത്തെ സരസ്വതി ക്ഷേത്രത്തിൽ 2 ദിവസമായി പ്രത്യേക പൂജകളും അർച്ചനകളും നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ വ്യാപാര കേന്ദ്രങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ വാഹന പൂജകളും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. നാളെ വിജയദശമി ആഘോഷങ്ങളും നടക്കും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി വനം വകുപ്പ് 210 സംഘർഷ ബാധിത പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഒന്നാം ഘട്ടം അവസാനിച്ചു. ഇന്നു മുതൽ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും. സെപ്റ്റംബർ 16-നാണ് ഒന്നാം ഘട്ടം ആരംഭിച്ചത്. തീവ്രയജ്ഞ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. പ്രാദേശികവും ആഗോളവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വയോജനങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ, ക്ഷേമം, അവകാശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭ മാനവീയം വീഥിയിൽ വയോജന സൌഹൃദ സാംസ്കാരിക ഇടനാഴിയും നായനാർ പാർക്കിൽ വയോജന സഹായ കേന്ദ്രവും ആരംഭിക്കും. കേരളത്തിലെ വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനുമായുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ് സംസ്ഥാന വയോജന കമ്മീഷന്റെ ലക്ഷ്യമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ K സോമപ്രസാദ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും വയോജന കമ്മീഷന്റെ പ്രവർത്തന പരിധി വരുന്നതാണ്. നിരവധി കാര്യങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. വയോജനങ്ങൾക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള വയോജന കമ്മീഷന്റെ ഇടപെടലാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നിരാശ്രയരും നിരാലംബരുമായിട്ടുള്ള വയോജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംരക്ഷണ നടപടികളും ഉറപ്പാക്കി അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രശ്നം, 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ അയാളുടെ ജീവിതകാലത്ത് അയാൾ ആർജിച്ചിട്ടുള്ള മുഴുവൻ പരിശീലനവും അയാളുടെ അറിവും ഇതെല്ലാം സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഉള്ള സംവിധാനങ്ങൾ വയോജന കമ്മീഷൻ ആവിഷ്കരിക്കുന്നതാണ്. കണ്ണൂർ ചൊവ്വയിലെ നവീകരിച്ച സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഉപകരണങ്ങളാണ് മാറ്റിയത്. 100ഓളം സ്ത്രീകളടക്കം 225 സ്ഥിരം ജീവനക്കാരാണ് സ്പിന്നിംഗ് മില്ലിൽ ജോലി ചെയ്യുന്നത്.
ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനമായ നാളെ തിരുവനന്തപുരത്ത് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ 6.0 സംഘടിപ്പിക്കുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാർ സ്ക്വയറിൽ നിന്ന് രാവിലെ 6:30 ആരംഭിക്കുന്ന ഫ്രീഡം റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയും യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക സഹകരണ കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കഴിഞ്ഞ വർഷമാണ് കരാർ ഒപ്പുവച്ചത്. ഇന്ത്യയുടെ കയറ്റുമതി, നിക്ഷേപം എന്നിവ വർദ്ധിപ്പിക്കാൻ കരാർ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. മാലിന്യം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് സമൂഹത്തിന് ദോഷകരമാകും. ശാസ്ത്രീയ മാലിന്യ സംസ്കരണവും പരിസര ശുചിത്വവും ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ആരോഗ്യകരമായ ജീവിതാന്തരീക്ഷം ഉറപ്പാക്കാം. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. സമൂഹത്തിന് ദോഷകരമാകാതെ മാലിന്യം സംസ്കരിക്കാനാകുമെന്ന് കാണിച്ചു തരികയാണ് കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശിയായ എബ്രഹാം. അടുക്കളയ്ക്ക് പിന്നിലുള്ള ഇത്തിരി സ്ഥലത്ത് ആഹാരാവശിഷ്ടങ്ങൾ ശേഖരിക്കാനും ഇലകൾ, പ്ലാസ്റ്റിക് എന്നിവ ഉണക്കാനും പ്രത്യേക ഇടമുണ്ട്. അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. ജൈവമാലിന്യം വളമാക്കി കൃഷിക്ക് ഉപയോഗിക്കും. തന്റെ വീട്ടിലുണ്ടാകുന്ന മാലിന്യം സമൂഹത്തിന് ദോഷകരമാകാതെ സംസ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള സ്റ്റേഷനറി ഇനങ്ങളുടെ GST നിരക്കുകൾ കുറച്ചത് വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കും വളരെ സഹായകമായ തീരുമാനമാണ്. നോട്ട്ബുക്കുകൾ, ഗ്രാഫ് ബുക്കുകൾ, പെൻസിലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെ 12% സ്ലാബിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ രാജ്യത്ത് പരിവർത്തനം കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ്. ഇന്ത്യയുടെ ആഗോള നേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച G20 ഉച്ചകോടിയുടെ വിജയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിൽ എല്ലാ ചെറിയ രാഷ്ട്രങ്ങൾക്കും അവരുടെ കൂട്ടായ താൽപര്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഒരു വലിയ വേദി ലഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സഫൽ G20 140 करोड़ भारतीयों के परिश्रम का परिणाम है. छोटे छोटे देशों की आवाज वैश्विक मंचों तक नहीं पहुंच पाती थी. उनको पहली बार G20 में इतनी बड़ी भागीदारी मिली है. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ 7 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രോഗബാധിതരുടെ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലോറിനേഷൻ നടന്നുവരുന്നതായി അധികൃതർ പറഞ്ഞു. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. ഇൻഡോർ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 3 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയെ 59 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില പവന് 880 രൂപ ഉയർന്ന് 87,000 രൂപയും ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 10,875 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 596 പോയിന്റ് ഉയർന്ന് 80,856-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 167 പോയിന്റ് നേട്ടത്തിൽ 24,778-ലും വ്യാപാരം തുടരുന്നു. ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ 3 തൊഴിലാളികൾ മരിച്ചു. തമിഴ്നാട് കമ്പം സ്വദേശി ജയറാം, ഗൂഡല്ലൂർ സ്വദേശി സെൽവം എന്നിവരും സുഹൃത്തുമാണ് മരിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ടാങ്കിനുള്ളിലെ ഓക്സിജന്റെ അഭാവമാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് സൂചന. സംസ്ഥാനത്തെ എല്ലാ വിചാരണ കോടതികളും സാക്ഷിമൊഴികളും തെളിവുകളും രേഖപ്പെടുത്തുന്നതിന് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അദാലത്ത് AI സ്പീച്ച് ടു ടെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ സംവിധാനം ഉപയോഗിക്കണമെന്ന് കേരള ഹൈക്കോടതി. അടുത്ത മാസം 1 മുതൽ സംവിധാനം നിലവിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും മാതൃകാപരമായ സന്നദ്ധ സേവനങ്ങൾ കാഴ്ചവെക്കാൻ RSSന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കുകളിൽ തുടർച്ചയായ 2ാം തവണയും മാറ്റമില്ല. സംസ്ഥാനത്ത് വിപുലമായ മഹാനവമി ആഘോഷങ്ങൾ. വിജയദശമിയോടനുബന്ധിച്ച് വിദ്യാരംഭ ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിൽ. വയോജനങ്ങളുടെ ക്ഷേമവും അവകാശങ്ങളും എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. തിരുവനന്തപുരത്ത് വയോജന സൌഹൃദ സാംസ്കാരിക ഇടനാഴിയും വയോജന സഹായ കേന്ദ്രവും ആരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി വനം വകുപ്പ് നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ 2ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.